കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 345 സാബത്ത് 6 ദിവസങ്ങളിലെ ജോലിയിൽ നിന്നുള്ള വിരാമം വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു. ദൈവം താൻ ഏർപ്പെട്ടിരുന്ന ജോലിയിൽ നിന്ന് 7-ാം ദിവസം വിരമിച്ചു. അങ്ങനെ ആകാശവും ഭൂമിയും പൂർത്തിയായി. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. ആ ദിനത്തെ ദൈവം ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. രക്ഷാകര സന്ദേശങ്ങളാൽ സമ്പന്നമാണ് ഈ ദൈവ നിവേശിത വാക്കുകൾ. ദൈവം സൃഷ്ടികർമ്മത്തിൽ ഒരു അടിസ്ഥാനമിടുകയും ശരിയായ സ്ഥായിയായ നിയമങ്ങൾ നൽകുകയും ചെയ്തു. ഇവയിൽ വിശ്വാസിക്ക് പ്രത്യാശയോടെ ആശ്രയിക്കാൻ കഴിയും. കാരണം ഇവ ദൈവിക ഉടമ്പടിയുടെ വിശ്വാസ്യതയുടെ അടയാളവും ആചാരവുമാണ്. മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് അവൻ അടിസ്ഥാനത്തോട് വിശ്വസ്ത പുലർത്തുകയും സൃഷ്ടാവ് അതിൽ ആലേഖനം ചെയ്തിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്യണം. സാപത്ത് മുന്നിൽ കണ്ടുകൊണ്ടും അങ്ങനെ ദൈവാരാധനയും സ്തുതിയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സൃഷ്ടിക്ക് രൂപം നൽകപ്പെട്ടത്. സൃഷ്ടിയുടെ ക്രമത്തിൽ തന്നെ ദൈവാരാധന ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ നിയമാവലിയിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയേക്കാൾ കൂടുതൽ പ്രാധാന്യം യാതൊന്നിനും നിങ്ങൾ നൽകരുത്. മനുഷ്യ വ്യാപാരങ്ങളുടെ ശരിയായ സംവിധാനമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിൻ്റെ നിയമത്തിൻ്റെ ഹൃദയത്തിലാണ് സാബത്ത് കൽപ്പനകൾ പാലിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പ്രകടമാകുന്ന അവിടുത്തെ ജ്ഞാനത്തോടും തിരുവിഷ്ടത്തോടും ഒത്തുപോവുക എന്നതാണ്. 8-ാം ദിവസം എന്നാൽ നമ്മെ സംബന്ധിച്ച് പുതിയൊരു ദിനം ഉദയം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ദിനം 7-ാം ദിവസം ആദിമ സൃഷ്ടിയെ പൂർത്തീകരിക്കുന്നു. 8-ാം ദിവസം പുതിയ സൃഷ്ടികർമ്മം ആരംഭിക്കുന്നു. ഇങ്ങനെ സൃഷ്ടികർമ്മം അതിനേക്കാൾ മഹത്തായ മാനവ സമുദ്ധാരണ ക്രമത്തിൽ മകുടമണിയുന്നു. പ്രഥമ സൃഷ്ടി അതിൻ്റെ അർത്ഥവും മകുടവും പ്രാപിക്കുന്നത് ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടിയിലാണ്. ഈ നവീന സൃഷ്ടിയുടെ തേജസ് ആദ്യം സൃഷ്ടിയുടെ തേജസ്സിനെ ആശ്രയിക്കുന്നു. സംഗ്രഹം: ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടികളുടെ ഇടയിൽ മനുഷ്യൻ അതുല്യ സ്ഥാനമുണ്ട്. അവൻ ദൈവ ഛായയിലുള്ളവനാണ്. ആത്മീയവും ഭൗതികവുമായ ലോകങ്ങളെ സ്വന്തം പ്രകൃതിയിൽ അവൻ സംയോജിപ്പിക്കുന്നു. സ്ത്രീയും പുരുഷനുമായി അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം അവനെ തൻ്റെ സ്നേഹബന്ധത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. ദൈവഛായയിൽ ദൃശ്യമായ സർവ്വസൃഷ്ടികളുടെയും ഇടയിൽ തൻ്റെ സൃഷ്ടാവിനെ അറിയുവാനും സ്നേഹിക്കുവാനും കഴിവുള്ളവൻ മനുഷ്യൻ മാത്രമാണ്. ലോക സൃഷ്ടികളിൽ മനുഷ്യനെ മാത്രമാണ് ദൈവം അതിനുവേണ്ടി തന്നെ സൃഷ്ടിച്ചത്. ജ്ഞാനവും സ്നേഹവും വഴി ദൈവത്തിൻ്റെ ജീവനിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടത് മനുഷ്യൻ മാത്രമാണ്. ഈ ലക്ഷ്യത്തെ പ്രതിയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. അവൻ്റെ മാഹാത്മ്യത്തിൻ്റെ അടിസ്ഥാന കാരണവും ഇതുതന്നെ. മനുഷ്യന് ഇത്രയേറെ മാഹാത്മ്യമുള്ളവരായി പ്രതിഷ്ഠിക്കാൻ ദൈവം നിന്നെ പ്രേരിപ്പിച്ചത് ആരാണ്? നിന്നിൽ തന്നെ നിന്റെ സൃഷ്ടിയെ വീക്ഷിക്കുവാൻ ഹേതുവാക്കിയ നിന്റെ അമേയമായ സ്നേഹമതാണെന്ന് തീർച്ച. നിന്റെ സൃഷ്ടിയുമായി നീ സ്നേഹബന്ധത്തിലായി. തീർച്ചയായും സ്നേഹം നിമിത്തമാണ് നീ അതിനെ സൃഷ്ടിച്ചത്. നിന്റെ സനാതന നന്മ അനുഭവിക്കുന്നത് സ്നേഹം മൂലം അതിന് നീ അസ്തിത്വം നൽകി. ദൈവഛായയിലായിരിക്കുന്നതിനാൽ മനുഷ്യനൊരു വ്യക്തിയുടെ മാഹാത്മ്യമുണ്ട്. അവൻ കേവലം ഒരു വസ്തുവല്ല, പ്രസ്തുത ഒരു ആളാണ്. സ്വയം അറിയുവാനും സ്വയം ഉൾക്കൊള്ളുവാനും സ്വതന്ത്രമായി സ്വയം ദാനം ചെയ്യുവാനും ഇതര വ്യക്തികളുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനും കഴിവുള്ളവനാണ് മനുഷ്യൻ. കൃപാവരത്തിലൂടെ സൃഷ്ടിയുമായി ഒരു ഉടമ്പടിയിലേക്ക് അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. തനിക്ക് പകരം മറ്റൊരു സൃഷ്ടിക്കും നൽകാൻ കഴിയാത്ത വിധത്തിലുള്ള വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യുത്തരം അവിടത്തേക്ക് നൽകാൻ വേണ്ടിയാണ് ഇത്. മനുഷ്യന് വേണ്ടിയാണ് ദൈവം സമസ്തവും സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാകട്ടെ ദൈവത്തെ സേവിക്കാനും സ്നേഹിക്കുവാനും സർവ്വസൃഷ്ടികളെയും അവിടത്തേക്ക് സമർപ്പിക്കുവാനും വേണ്ടിയാണ്. ദൈവം ഇത്രയേറെ ബഹുമാനത്തോടെ സൃഷ്ടിക്കാൻ തുടങ്ങുക അവൻ ആരാണ്? അത് മനുഷ്യനാണ്. മഹാനും ആദരണീയനുമാണവൻ. ദൈവ സൃഷ്ടിയിൽ മറ്റെല്ലാ സൃഷ്ടികളെയേക്കാൾ വിലപ്പെട്ടവൻ. അവനു വേണ്ടിയാണ് ആകാശവും ഭൂമിയും സമുദ്രവും ഇതര സൃഷ്ടികൾ മുഴുവനും സ്ഥിതി ചെയ്തിരിക്കുന്നത്. സ്വപുത്രനെ പോലും മനുഷ്യനു വേണ്ടി നൽകുവാൻ തക്കവിധം ദൈവം അവൻ്റെ രക്ഷയെ അത്ര പരമപ്രധാനമായി പരിഗണിച്ചു. മനുഷ്യനെ ഉന്നതത്തിലേക്ക് തൻ്റെ പക്കലേക്ക് ഉയർത്തി തൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതുവരെ ദൈവം എല്ലാ മാർഗങ്ങളും പ്രയോഗിച്ചുകൊണ്ട്
അനവരതം പ്രവർത്തിക്കുന്നു. വാസ്തവത്തിൽ ശരീരം ധരിച്ച വചനത്തിൻ്റെ രഹസ്യത്തിൽ മാത്രമാണ് മനുഷ്യരഹസ്യം യഥാർത്ഥത്തിൽ വ്യക്തമാകുന്നത്. മനുഷ്യവംശം ആരംഭിക്കുന്ന വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് പോലെ 2 മനുഷ്യരിൽ നിന്നാണ് ആദവും ക്രിസ്തുവും. ആദ്യത്തെ മനുഷ്യനായ ആദം ജീവിക്കുന്ന ഒരു ആത്മാവായി, അവസാനത്തെ ആദം ജീവൻ നൽകുന്ന ഒരു ആത്മാവായി. ആദ്യത്തെ ആദം അവസാനത്തെ ആദത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ആദത്തെ ആദ്യം അവസാനത്തെ ആദത്തിൽ നിന്നും വന്നു. തനിക്ക് ജീവനരുളുന്ന ആത്മാവിനെ സ്വീകരിച്ചു. ഒന്നാമത്തെ ആദത്തെ സൃഷ്ടിച്ചപ്പോൾ രണ്ടാം ആദം തൻ്റെ ഛായ അവനിൽ പതിച്ചു. അതിനാലാണ് രണ്ടാം ആദം തൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവൻ നശിച്ചു പോകാതിരിക്കാനായി അവൻ്റെ ധർമ്മവും അഭിധാനവും ഏറ്റെടുത്തത്. ആദ്യത്തെ ആദത്തിന് ഒരു ആരംഭമുണ്ടായിരുന്നു. അവസാനമില്ലാത്തവനാണ് അവസാനത്തെ ആദം. അവനാണ് യഥാർത്ഥത്തിൽ ഒന്നാമൻ. അവിടുന്ന് തന്നെ പറയുന്ന പോലെ ആദത്തെയും അവസാനത്തെയും ഞാനാകുന്നു.